മീശ പിരിച്ച് മാസ് കാണിക്കുന്ന ഭരത് ചന്ദ്രന്മാരിൽ നിന്ന് മലയാള സിനിമ റിയലിസ്റ്റിക്കായ ജോസഫിനെ പോലുള്ളവരിലേക്ക് ഇറങ്ങി വന്നിട്ട് അധികകാലമായിട്ടില്ല. എങ്കിലും പോലീസ് സിനിമകളെക്കുറിച്ചുള്ള മലയാളി പ്രേക്ഷകന്റെ പ്രതീക്ഷയും സങ്കല്പവും എത്രകണ്ട് മാറിയിട്ടുണ്ടെന്നത് വ്യക്തമല്ല. ആ സങ്കല്പം പൂർണ്ണമായി മാറിയിട്ടുള്ളവർക്ക് നന്നേ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് റോന്ത്. അതല്ല തിരക്കഥാകൃത്തായ സച്ചി ഒരിക്കൽ പറഞ്ഞതുപോലെ കഥാന്ത്യത്തിൽ കലങ്ങിത്തെളിയണം, നായകൻ വില്ലൊടിക്കണം, കണ്ണീര് നീങ്ങി കളിചിരിയിലാവണം, ശുഭം കയ്യടി പുറകെ വരണം എന്ന പോലൊരു സിനിമ പ്രതീക്ഷിക്കുന്നവർക്ക് റോന്ത് അത്ര ദഹിക്കണമെന്നുമില്ല. പേര് സൂചിപ്പിക്കും പോലെ രണ്ടു പോലീസുകാരുടെ ഒരു ദിവസത്തെ നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിയാണ് റോന്ത് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പരിചയസമ്പന്നനായ യോഹന്നാൻ എന്ന പോലീസുകാരനും ദിന്നാദ് എന്ന ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥനുമാണ് സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളാകുന്നത്. ഡ്യൂട്ടിക്കിടയിൽ ഇരുവരും എത്തിപ്പെടുന്ന വിവിധ ജീവിത സാഹചര്യങ്ങളും നേരിടുന്ന വെല്ലുവിളികളുമാണ് സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ തന്റെ സർവീസ് കാലയളവിൽ ഒരു പോലീസുകാരനു മുന്നിലെത്തുന്ന വിവിധ കേസുകളും അന്വേഷണങ്ങളുമാണ് പ്രമേയമായതെങ്കിൽ ഏതാണ്ട് അതുപോലെ തന്നെ ഒരു നൈറ്റ് പട്രോളിംഗ് ഡ്യൂട്ടിക്കിടയിൽ രണ്ടു പോലീസുകാർ ചെന്നുപെടുന്ന വിവിധ തരം കേസുകളാണ് റോന്ത് സിനിമയുടെ അടിസ്ഥാനം. പോലീസ് ജോലി എത്രത്തോളം കഠിനമാണെന്നും പോലീസുകാർ എന്തൊക്കെ തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളാണ് അനുഭവിക്കുന്നതെന്നും ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നു. പൊതുസമൂഹം കരുതും പോലെ എസി ഇട്ട് വെറുതെ റോഡിലൂടെ ജീപ്പിൽ കറങ്ങുന്നതല്ല പോലീസ് ജോലിയെന്ന് വീണ്ടും വീണ്ടും സംവിധായകൻ തന്റെ സിനിമകളിലൂടെ ഊന്നിപ്പറയുകയാണ്. രചനയും സംവിധാനവും നിർവഹിച്ച ഷാഹി കബീർ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നൈറ്റ് പട്രോളിങ്ങിനു പോകുന്ന രണ്ടു പോലീസുകാർക്കൊപ്പം അദൃശ്യനായ മൂന്നാമനായി അദ്ദേഹം പ്രേക്ഷകനെ കൂടി ഒരു ജീപ്പിൽ കയറ്റിവിടുന്നു. ആ ജീപ്പിന്റെ മുറിച്ച മുതൽ ആ പോലീസുകാർ അനുഭവിക്കുന്ന ഓരോ വികാരങ്ങളും അടുത്തുനിന്ന് അതേ ഗ്രാവിറ്റിയോടെ അനുഭവിക്കാൻ പ്രേക്ഷകന് സാധിക്കുന്നുവെന്നത് സംവിധായകന്റെ വലിയ വിജയമായി മാറുന്നു. അവരുടെ പേടിയും സങ്കടവും ദേഷ്യവും നിസ്സഹായതയും തുടങ്ങി എല്ലാം അതേ ഇമോഷണൽ കണക്റ്റോടെ കാഴ്ചക്കാരനിലേക്കും എത്തുന്നു. ദിലീഷ് പോത്തൻ എന്ന അഭിനേതാവിന്റെ അസാമാന്യ പ്രകടനം റോന്തിന്റെ പ്രത്യേകതയാണ്. യോനാച്ചൻ എന്ന പോലീസ് കഥാപാത്രമായി ദിലീഷ് മികച്ചു നിന്നപ്പോൾ അതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടി മുകളിൽ പോകുന്ന പ്രകടനവുമായി റോഷൻ മാത്യുവും മികവു പുലർത്തി. ഇവരെ കൂടാതെ പേടിയുന്നവരും അറിയാത്തവരുമായി നിരവധി കഥാപാത്രങ്ങളും സിനിമക്കൊത്ത പ്രകടനം നടത്തി. അനിൽ ജോൺസന്റെ പശ്ചാത്തല സംഗീതവും മനേഷ് മാധവിന്റെ ഛായാഗ്രഹണവും സിനിമയെ മനോഹരമാക്കി. പ്രേക്ഷകനെ ആദ്യാവസാനം പിടിച്ചിരുത്തും വിധമാണ് റോന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സിനിമയെ ഒരു പക്കാ കൊമേഴ്ഷ്യൽ കണ്ണോടെ കാണുന്നവർക്ക് ഈ ചിത്രത്തിന് ഒരു പൂർണ്ണതയില്ലായ്മ അനുഭവപ്പെട്ടേക്കാം. പക്ഷേ അത്തരത്തിൽ ഒരു പൂർണ്ണത കൊടുത്ത് പ്രേക്ഷകനെ രോമാഞ്ചത്തോടെ തിയേറ്റർ വിടാൻ അനുവദിക്കാതെ നിർവികാരതയോടും വേദനയോടും കൂടി അവനെ ഹോണ്ട് ചെയ്യാനാണ് സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഏറെക്കുറെ വിജയിച്ചിട്ടുമുണ്ട്. റോന്ത് ഒരു മികച്ച പോലീസ് സിനിമ തന്നെയാണെന്നതിൽ സംശയമില്ല. വലിയ ട്വിസ്റ്റുകളും ടേണുകളുമില്ലാത്ത തിരക്കഥയാണെങ്കിലും അടുത്ത നിമിഷം എന്തു സംഭവിക്കും അല്ലെങ്കിൽ എന്തും സംഭവിക്കാം എന്ന ജിജ്ഞാസയോടെയും ആകാംക്ഷയോടെയും അവസാനം വരെ പ്രേക്ഷകന് സിനിമ കാണാം. ആകാംക്ഷയുടെ പരകോടിയിൽ പ്രേക്ഷകനെ എത്തിച്ച ശേഷം അവിടെ തന്നെ അവനെ റോന്ത് ചെയ്യാൻ വിട്ട് സംവിധായകൻ തന്റെ അടുത്ത സിനിമയിലേക്ക് വീണ്ടും 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 റിയലിസ്റ്റിക്